ഹായ്, ഞാൻ അഖിൽ. സെൻറ്റർ ഫോർ സയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസാണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയായിരുന്നു? റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം, ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അതിനുശേഷം നമ്മൾ പ്രവേഗവും ത്വരണവും അല്ലേ, വെലോസിറ്റിയും ആക്സലറേഷനും, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് നിർത്തിയപ്പോൾ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ നിർത്തിയത് ഏത് കാര്യം? ആ റെസ്റ്റിലേക്ക് വരുന്ന കാര്യം. റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. ഇനി റെസ്റ്റിലേക്ക് വരുന്ന കാര്യം നമ്മൾ പറയാൻ പോവുക. ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ ഇക്വേഷൻ എന്താ? A = v - u/t ആണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ദാ ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തേ. അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഒബ്ജക്റ്റ് 20 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുക. 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. 5 സെക്കൻഡ് സമയത്തിന് ശേഷം ഒബ്ജക്റ്റ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലേക്ക് വന്നു. എന്താ പറഞ്ഞേക്കുന്നത്? 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തു 5 സെക്കൻഡിന് ശേഷം നിശ്ചലാവസ്ഥയിലേക്ക് വന്നു. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ്. ആഫ്റ്റർ 5 seconds ഇറ്റ് കെയിം ടു റെസ്റ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് 20 മീറ്റർ/സെക്കൻഡിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെലോസിറ്റിയെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം u എന്നെടുക്കാം. അതെത്ര? 20 മീറ്റർ/സെക്കൻഡ്. 5 സെക്കൻഡിന് ശേഷം അല്ലേ നിന്നത്? അപ്പം ടൈം t എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. അത് വന്നു നിന്നു, നിശ്ചലാവസ്ഥയിലേക്ക് വന്നു. അപ്പം അതിൻ്റെ അന്ത്യം അവസാനം എവിടെയാ? റെസ്റ്റിലായിരുന്നു, നിശ്ചലാവസ്ഥയിലാണ്. അതപ്പം v അല്ലേ 0 എന്ന് പറയുന്നത്? ഓക്കെയാണ്. ഇപ്പം നമുക്ക് u ഉണ്ട്, v ഉണ്ട്, t ഉണ്ട്. ആക്സലറേഷൻ ആക്കിക്കൂടെ? ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? A = v - u/t എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? v എത്ര? 0 - u എത്ര? 20/t എത്ര? 5. ഓക്കെ ആണല്ലോ? ദാ 20/5 എത്ര? 4. ആ മൈനസ് അതുപോലെ ഇടാം. മീറ്റർ/സെക്കൻഡ്². ഇവിടെ എന്താ മൈനസ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഇവിടെ വേഗത കുറഞ്ഞതല്ല, വേഗത കൂടിയതല്ല, വേഗത കുറഞ്ഞതാണ്. നിശ്ചലാവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വേഗത എന്ത് ചെയ്തു? കുറഞ്ഞു, 0 വന്നു. അതാ മൈനസ് സൂചിപ്പിക്കുന്നത്. വെച്ചാൽ ആക്സിലറേറ്റ് ചെയ്ത് പോയതല്ല, നെഗറ്റീവ് ആക്സിലറേഷനാണ്, വേഗത കുറഞ്ഞു വന്നതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതാ അടുത്ത പ്രോബ്ലം ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പറയും. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പറയുവാണ്. ഒരു വസ്തു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 15 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ്. ഒരു വസ്തു സഞ്ചരിക്കുന്ന എത്ര? 15 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ്. അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം 6 മീറ്റർ/സെക്കൻഡ്² ആണെന്ന് തന്നിട്ടുണ്ട്. 7 സെക്കൻഡ് സമയത്തിന് ശേഷമുള്ള പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി, പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ ആണേ? അപ്പോൾ എന്തോ നമ്മൾ പറഞ്ഞത്? ഒരു വസ്തു ഇപ്പോൾ 15 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം 6 മീറ്റർ/സെക്കൻഡ്² ആണ്. 7 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടെത്തുക. ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 15 മീറ്റർ/സെക്കൻഡ് with an acceleration 6 meter/second². Find its velocity after 7 seconds. അതാ ചോദ്യം. ദാ നോക്കാം, തന്നിരിക്കുന്ന വാല്യൂസ് പറയാം. ഇപ്പോൾ സഞ്ചരിക്കുന്ന വേഗത അല്ലെങ്കിൽ പ്രവേഗം 15 അല്ലേ? അപ്പോൾ u = 15 മീറ്റർ/സെക്കൻഡ്. ഈ മീറ്റർ/സെക്കൻഡ്² തന്നിരിക്കുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് 6 മീറ്റർ/സെക്കൻഡ്² ആണ്. സമയം 7 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 7 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ് കണ്ടുപിടിക്കാനുള്ള കാര്യം. നമുക്കിതാ യുവും എയും ടിയും ഉണ്ട്. വി കണ്ടുപിടിക്കണം. വിയുടെ ഇക്വേഷൻ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എല്ലാം പഠിച്ചായിരുന്നു അല്ലേ? വെലോസിറ്റി = ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, അപ്പോഴാ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിയുടെ ഇക്വേഷൻ. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക്? A = v - u/t എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? അവിടെ v ആണ് നമുക്ക് കിട്ടാനുള്ള വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഈ t ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താവും? AT എന്നാകും. എന്താകും? AT = v - u അല്ലേ? ആണ്. ഈ -u ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും?
പ്ലസ് യു ആവും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാവും. ഓക്കെ ആണേ, പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാവും. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഇക്വേഷൻ മാറ്റിയെടുത്തതാ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇക്വേഷൻ എന്താ? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. വാല്യൂ ഏതൊക്കെയുണ്ട്? യു എത്രയാ? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. എ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടി 7 സെക്കൻഡാണ്. നമ്മൾ ഇക്വേഷൻ മാറ്റിയെടുക്കുന്ന രീതി ചെയ്യുന്നില്ല, ഈ ഇക്വേഷനകത്ത് തന്നെ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടിക്കകത്ത് തന്നെ വാല്യൂ കൊടുക്കുക. എ എത്ര നമ്മുടെ കയ്യിലുണ്ട്? 6. വി ഇല്ല, വി തന്നെ ഇട്ടേക്കാം. മൈനസ് യു ഉണ്ടോ? വാല്യൂ ഉണ്ട്, 15 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. ടി എത്ര? 7 എന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഈ 7 ഇങ്ങോട്ട് വരുമ്പോൾ 6 × 7 അത് 42 ആണ്. 42 ഈക്വൽ ടു വി മൈനസ് 15. ഈ മൈനസ് 15 ഇപ്പുറത്ത് തന്നെ പ്ലസ് അല്ലേ, അപ്പം വി ഈക്വൽ ടു 42 പ്ലസ് 15 ഈക്വൽ ടു എത്ര കിട്ടും? 57 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇത് നമ്മളിപ്പോൾ എന്താ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടങ്ങ് വാല്യൂ ഡയറക്റ്റ് ആയിട്ടങ്ങ് കൊടുത്ത് ചെയ്തതാ. നമ്മളിതാ ഇക്വേഷൻ വേണമെങ്കിൽ മാറ്റിയും ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഇക്വേഷൻ മാറ്റിയും ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് ഇക്വേഷൻ അല്ലേ. നമുക്കിതാ വിക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എ ടി ഈക്വൽ ടു വി മൈനസ് യു ആവും. അവിടെ നമുക്ക് എന്ത് കിട്ടി? വി ഈക്വൽ ടു ഈ യു ഇപ്പുറത്തുകൊണ്ടൊന്ന് പ്ലസ് ചെയ്തുകൂടെ നമുക്ക്? അപ്പോൾ എ ടി പ്ലസ് യു എന്നോ യു പ്ലസ് എ ടി എന്നോ പറയാം. ഇവിടെ നമുക്ക് വിക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നാം ചലന സമവാക്യം. ഓക്കെ ആണേ. അപ്പൊ നമ്മൾ ഒന്നാം ചലന സമവാക്യം എവിടുന്നാ രൂപീകരിച്ചത്? ആക്സിലറേഷൻ്റെ ഇക്വേഷനകത്തുനിന്ന്. എവിടുന്നാ? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിന്റെ ഇക്വേഷനകത്ത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഒന്നാം ചലന സമവാക്യം നമ്മൾ രൂപീകരിച്ചെടുത്തു. അപ്പോൾ ഈ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ്? ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം, ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ, സമയം അല്ലെങ്കിൽ ടൈം എന്നിവ തന്നിട്ട് അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് വിളിച്ചു? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഒന്നാം ചലന സമവാക്യം എന്ന് വിളിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് വി കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ തന്നിട്ട് വി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതിന്റെ 1-2 ചോദ്യം ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഒരു ഒബ്ജക്റ്റ് 8 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്. ആ വസ്തുവിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. 8 സെക്കൻഡ് സമയത്തിന് ശേഷമുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടെത്തുക എന്നാ ചോദ്യം. അത് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് എഴുതാം. ഇപ്പോൾ സഞ്ചരിക്കുന്ന 8 മീറ്റർ പെർ സെക്കൻഡിലല്ലേ, അതിന് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. അതിന്റെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിരിക്കുന്ന വാല്യൂ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമല്ലേ, അത് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. 8 സെക്കൻഡിന് ശേഷമുള്ള, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടൈമാണ്, സമയമാണ്. അത് 8 സെക്കൻഡിന് ശേഷമുള്ള പ്രവേഗം അല്ലെ വെലോസിറ്റിയാ. അപ്പൊ 8 സെക്കൻഡ് ആണ് സമയം. നമുക്ക് വി അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് ഏത് ഇക്വേഷനകത്ത് നിന്ന് വി എടുക്കണോ? വേണ്ട. വിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ അത്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉണ്ട്. എങ്കിൽ വാല്യൂസ് അങ്ങ് കൊടുത്താൽ പോരെ. 8 പ്ലസ് എ എത്ര? 5. ടി എത്ര? 8. നോക്കേ, 8 പ്ലസ് 40 ഈക്വൽ ടു 48 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് വി കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട് ഈ ചാപ്റ്ററിനകത്ത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇതുവരെ? വെലോസിറ്റി, ആക്സിലറേഷൻ, പിന്നെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് പുതിയൊരു സമവാക്യം കിട്ടി. ആ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നും വിളിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഗ്രാഫുമായി ബന്ധപ്പെട്ട് ഗ്രാഫ് നമ്മൾ പണ്ട് വരച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ നമ്മൾ ഗ്രാഫ് വരച്ച് തുടങ്ങത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള പ്രധാനമായിട്ട് 2 ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫും സ്ഥാന സമയ ഗ്രാഫും വരയ്ക്കാറുണ്ട്. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കാനുണ്ട്. പ്രവേഗ സമയ ഗ്രാഫും വരയ്ക്കാനുണ്ട്. ഈ 2 ടൈപ്പ് ഗ്രാഫാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ട് നോക്കിയ ഗ്രാഫിലേക്കാണ് പോകുന്നത്. ഗ്രാഫ് പഠിച്ചാലേ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അതിനകത്ത് നിന്ന്
രൂപീകരിക്കാൻ പറ്റൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത പഠിക്കാൻ പോകുന്നത് ഗ്രാഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും, എങ്ങനെ ഗ്രാഫ് വരയ്ക്കണമെന്നൊക്കെ പറയും. അതിനുശേഷം 1-2 ഗ്രാഫ് നമ്മൾ വരയ്ക്കും. കുറച്ച് ഗ്രാഫ് വരയ്ക്കാൻ ഹോംവർക്കും തരും. ഇതാ ശ്രദ്ധിച്ചേ, ഗ്രാഫിനകത്ത് നമുക്ക് 2 ആക്സിസ് ഉണ്ട് അല്ലേ? ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ എപ്പോഴും 2 ആക്സിസ് ആണ് ഉപയോഗിക്കുന്നത്. ദാ ഈ ആക്സിസ് അല്ലെങ്കിൽ അക്ഷത്തെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് ആക്സിസ് എന്നോ എക്സ് അക്ഷമെന്നോ പറയാം. ഓക്കെ ആണ്. ഇതിനെ നമുക്ക് വൈ ആക്സിസ് എന്നോ വൈ അക്ഷമെന്നോ പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ എന്താ ഈ 2 ആക്സിസ് വേണം. ഗ്രാഫ് നമ്മൾ ഗ്രാഫ് പേപ്പറിലും വരച്ച് പഠിക്കും, വെള്ള പേപ്പറിനകത്ത് വരച്ച് പഠിക്കും. നമുക്ക് വെള്ള പേപ്പറിനകത്ത് വരച്ച് പഠിച്ചേ പറ്റൂ. കാരണം നമുക്ക് എക്സാമിന് ചിലപ്പം ഗ്രാഫ് വരയ്ക്കാൻ ചോദ്യം കാണും. ഗ്രാഫ് പേപ്പർ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ എക്സാം പേപ്പറിനകത്ത് വരച്ചേ പറ്റൂ. നമ്മൾ 2 പേപ്പറിനകത്ത് എന്ത് വരച്ച് പഠിക്കും? ഗ്രാഫ് വരച്ച് പഠിക്കും. ഇതാവും ശ്രദ്ധിച്ചേ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ നോട്ട്ബുക്കിൽ ഗ്രാഫ് വരയ്ക്കാനാണ് ആദ്യം പഠിക്കുന്നത്. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് സൈഡിൽ ഒരു ടാബുലാർ കോളം തരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചോ. സ്ഥാന സമയ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പൊസിഷനും ടൈമും അല്ലേ, സ്ഥാനവും സമയവും ആ ടാബുലാർ കോളത്തിനകത്ത് വാല്യൂ കാണും. സമയത്തിൻ്റെ ബ്രാക്കറ്റ് ഈ സെക്കൻഡ് കാണും, സ്ഥാനത്തിൻ്റെ ബ്രാക്കറ്റ് ഈ മീറ്റർ കാണും. അപ്പോൾ ഇവിടെ സമയം 1 2 3 4 5 6 എന്ന് തന്നിരിക്കുന്നത്. ഈ ബോക്സിനകത്തുള്ള ഏത് വാല്യൂ കണ്ടാലും നമ്മൾ സെക്കൻഡ് ഉപയോഗിച്ച് വേണം പറയാം. ഇത് എത്രയാണെന്ന് വെച്ചാൽ 3 സെക്കൻഡ്, ഇത് എത്രയാണെന്ന് വെച്ചാൽ 2 സെക്കൻഡ്, അങ്ങനെ വേണം പറയാൻ. അതിന് വേണ്ടിയിട്ട് ആ ബ്രാക്കറ്റിൽ അവിടെ എന്ത് തന്നിരിക്കുന്നത്? യൂണിറ്റ്. സ്ഥാനം എന്താ? 0 2 4 6 8 10 12 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ടാബുലാർ കോളം ഉപയോഗിച്ചൊരു ഗ്രാഫ് വരച്ച് പഠിക്കാൻ പോവാം. ഗ്രാഫ് നമുക്ക് കഴിഞ്ഞ വർഷം വരച്ചിട്ടുള്ള, നമ്മൾ ജസ്റ്റ് ഗ്രാഫ് വരച്ചിട്ടുള്ള. ഇനി പുതിയതായിട്ട് വരയ്ക്കാനോ ഇതുവരെ വരച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിലും നമുക്ക് പുതിയതായിട്ട് പറയുന്ന രീതിയിൽ പറയാം. ശ്രദ്ധിച്ചോണം, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 ആക്സിസ് വേണം. എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എക്സിൽ ആരുണ്ട്? നമുക്ക് സമയമുണ്ട്, സ്ഥാനമുണ്ട്. എക്സിൽ ആരെ എടുക്കണം, വൈയിൽ ആരെ എടുക്കണം? എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. ഓർത്താൽ മതി, നമുക്ക് വരയ്ക്കാനുള്ള ഗ്രാഫിനകത്ത് ഒരു വാല്യൂ എപ്പോഴും ആരാ? സമയം അല്ലെങ്കിൽ ടൈമാണ്. ഒരു വാല്യൂ എപ്പോഴും ആരാ? സമയം അല്ലെങ്കിൽ ടൈമാണ്. ഓക്കെ ആണല്ലോ. ആ ടൈം അല്ലെങ്കിൽ സമയം എപ്പോഴും എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിൽ എപ്പോഴും ആരാണ്? ടൈം അല്ലെങ്കിൽ സമയം. അവിടെ നമ്മളിതാ ഈ ആക്സിസിൽ ഇവിടെ ഇങ്ങനെ ടൈം അല്ലെങ്കിൽ സമയം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് സെക്കൻഡ് എന്ന് കാണിക്കണം. ഇവിടെ വൈ ആക്സിൽ അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആരാണോ, ഇവിടെ പൊസിഷൻ ആണ് എങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് എഴുതും. ചിലപ്പോൾ അത് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിൽ നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം, ഇവിടെ ഇപ്പോൾ സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എന്ന് എഴുതും. ഓക്കെ ആണേ. ഇത്ര എഴുതിയിട്ടാണ് നമ്മൾ ഗ്രാഫ് വരച്ച് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമായത്, ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഇവിടെ പോയിന്റുകളൊക്കെ കാണും, പോയിന്റ് ലൈൻസോടെ കാണും. വെള്ള പേപ്പറിലാണെങ്കിൽ ഇതാ ഈ പോയിന്റിൽ നിന്നാണ് ഈ ആക്സിസും വരച്ചേക്കുന്നത്. ഈ പോയിന്റ് നമ്മൾ ഒറിജിൻ എന്ന രീതിയിൽ O കാണിക്കും. അവിടുത്തെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും 1 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. നമുക്ക് എത്ര പോയിന്റ് വേണോ അതിനേക്കാൾ ഒരു പോയിന്റ് എപ്പോഴും കൂട്ടി വരച്ചിരിക്കണം. ഇങ്ങോട്ടും വരയ്ക്കണം, ഇങ്ങോട്ടും. എത്ര സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാ? ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് പോയിന്റ് വരയ്ക്കണം. നമ്മൾ വെള്ള പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്തെന്താ? ഇവിടെ സമയമെന്ന് രേഖപ്പെടുത്തും, ഇവിടെ സ്ഥാനമെന്ന് രേഖപ്പെടുത്തും. സമയത്തിന്റെ ബ്രാക്കറ്റ് സെക്കൻഡ് കാണിച്ചിരിക്കും, പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ ബ്രാക്കറ്റ് മീറ്റർ കാണിച്ചിരിക്കും. എന്നിട്ട് ഓരോ സെന്റിമീറ്റർ എടുത്ത് പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമായ വാല്യൂസ് ഇവിടെ രേഖപ്പെടുത്തിയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ കുറച്ച് ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞു? ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസും വേണം, വൈ അക്ഷം അല്ലെങ്കിൽ വൈ ആക്സിസും വേണം. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഒറിജിൻ എന്ന് വിളിച്ചു അല്ലേ? അവിടുത്തെ വാല്യൂ എപ്പോഴും എത്ര? 0 ആണ്. ഓക്കെ ആണല്ലോ. എക്സ് ആക്സിൽ എപ്പോഴും ആരുണ്ട്? സമയമുണ്ട്. നമ്മളിതാ ഈ ടാബുലാർ കോളം ഉപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പോവാം. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് സ്കെയിലും പെൻസിലും മാത്രം മതി. പെൻസിൽ വെച്ചിട്ട് തന്നെ ഗ്രാഫ് വരയ്ക്കണം. ഇവിടെ സ്കെയിൽ എഴുതും, അതും പെൻസിലും കൊണ്ട് തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പിട്ടാണ് വരയ്ക്കുന്നത്. ഈ ടാബുലാർ കോളം ഉപയോഗിച്ച് അത്യാവശ്യം നീറ്റായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാം. നോക്കേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്ന ടാബുലാർ കോളം ഇതാണേ. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം എന്താ എടുക്കുന്നത്? എക്സ് അക്ഷവും വൈ അക്ഷവും മാർക്ക് ചെയ്യാൻ പോവാം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നമ്മൾ ആ 2 ആക്സിസും മാർക്ക് ചെയ്തു. ഒറിജിൻ എന്ന രീതിയിൽ ഇവിടെ O എന്ന് മാർക്ക് ചെയ്തു.
ഇവിടുന്ന് ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ടും ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? പോയിന്റ് മാർക്ക് ചെയ്തു. നമ്മൾ എപ്പോഴും ഗ്രാഫ് വരയ്ക്കാൻ നേരം ഇതാ ചെയ്യുന്നത്. നമ്മളിവിടെ ചിലപ്പോൾ 5, 10 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ 2, 4, 6 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്, 10, 20, 30 ആയിരിക്കും എടുക്കുന്നത്. എന്താണെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്യുന്ന 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടായിരിക്കണം. ഇവിടെയും 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് എക്സ് ആക്സ്, ഇതാണ് ഏത് വൈ ആക്സ്. എപ്പോഴും എക്സ് ആക്സിസിൽ എടുക്കുന്നത് എന്താണ്? ടൈമാണ്. അപ്പൊ നമ്മളിതാ ഇവിടെ ടൈം അല്ലെങ്കിൽ സമയമെന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് സെക്കൻഡ്. ഓക്കെ ആണേ. വൈ ആക്സിസിൽ സമയം കൂടാതെ എന്താണോ തന്നിരിക്കുന്നത് അതെടുക്കും. ഇവിടെ ഇപ്പൊ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ആണല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിക്കുക സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ, അതിന്റെ ബ്രാക്കറ്റ് മീറ്റർ എന്ന് കാണിച്ചു. ഓക്കെ ആണേ. ഇവിടെ എടുക്കുന്ന വാല്യൂസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1 എടുത്താൽ 0 നിന്ന് ഇവിടെ നമ്മൾ 1 എഴുതിയാൽ ഈ 1 സെന്റിമീറ്ററിന്റെ വാല്യൂ ഇപ്പോൾ 1 സെക്കൻഡ് അല്ലേ, സമയമായിട്ട് നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് ഇവിടെ സെന്റിമീറ്ററിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്, പക്ഷെ നമ്മളിവിടെ എടുക്കേണ്ട വാല്യൂ സെക്കൻഡിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ 1 സെന്റിമീറ്റർ 1 സെക്കൻഡ് ആണെങ്കിൽ ബാക്കി എല്ലാ 1 സെന്റിമീറ്ററും 1 സെക്കൻഡ് ആയിരിക്കണം. അത് നമ്മൾ കണ്ടിന്യൂസ് വാല്യൂ എടുത്താൽ മതി. 0 കഴിഞ്ഞ് 1 എഴുതി അടുത്ത 2 എഴുതണം. 0 കഴിഞ്ഞ് 2 എഴുതി എന്ന് വെച്ചോ. ഇവിടെ 2 എഴുതിയായിരുന്നെങ്കിൽ ഈ 1 സെന്റിമീറ്റർ നമ്മൾ 2 സെക്കൻഡ് ആക്കിയല്ലേ എടുത്തത്. അപ്പൊ ഏതൊരു സെന്റിമീറ്റർ എടുത്താലും അത് 2 സെക്കൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 2, 4, 6, 8 എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 3, 6, 9, 12 എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 5, 10, 15 എന്ന് പറഞ്ഞെടുക്കാം. എന്തായാലും കണ്ടിന്യൂസ് വാല്യൂ വെച്ചിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മളിതാ നമ്മുടെ സമയത്തിന് ഇവിടെ കറക്റ്റ് കണ്ടിന്യൂസ് വാല്യൂ തന്നേക്കുന്നു 1, 2, 3, 4, 5, 6. അപ്പൊ നമ്മൾ 0, 1, 2, 3, 4, 5, 6 വരെ വേണം. ഒരെണ്ണം കൂട്ടി നമ്മൾ 7 വരെ എടുത്തു. ഓക്കെ ആണല്ലോ. ഈ 1 സെന്റിമീറ്റർ എത്ര? 1 സെക്കൻഡാ. ഏതൊരു സെന്റിമീറ്റർ എടുത്താലും അത് എത്ര തന്നെ കാണും? 1 സെക്കൻഡ് തന്നെ കാണും. ആ രീതിയിൽ തന്നെ എടുത്തു. അടുത്ത് ഇവിടെയും നമ്മൾ ഓരോ സെന്റിമീറ്റർ ഇട്ടാ വരച്ചേക്കുന്നത്, പോയിന്റ് മാർക്ക് ചെയ്തേക്കുന്ന ഓരോ സെന്റിമീറ്റർ ഇട്ടാ. പക്ഷെ 1, 2 എഴുതണോ നിർബന്ധമുണ്ടോ? ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഏത് വാല്യൂ വേണമെങ്കിലും എഴുതാം. ഇവിടെ ഓക്കെ 2, 4, 6 എന്നാ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 2, 4 ഇവിടെ 2 എന്ന് എഴുതിയാലേ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര മീറ്ററാ? 2 മീറ്ററാ. അപ്പൊ ഏതൊരു സെന്റിമീറ്റർ എടുത്താലും അത് എത്ര കാണണം? 2 മീറ്റർ കാണണം. ആ രീതിയിലാണ് നമ്മൾ അവിടെ എന്ത് മാർക്ക് ചെയ്യുന്നത്? സ്കെയിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ 2, 4, 6, 8, 10, 12, 14 വരെ മാർക്ക് ചെയ്തു. 12 വരെ മതി. ഒരെണ്ണം കൂട്ടി 14 വരെ മാർക്ക് ചെയ്തു. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്? ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ അക്ഷം അല്ലെങ്കിൽ വൈ ആക്സിസ് ഉണ്ട്. അതിനകത്ത് സ്കെയിലൊക്കെ അതിനാവശ്യമായ വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കേ, ഗ്രാഫ് വരയ്ക്കുന്ന എപ്പോഴും സമയം വെച്ചിട്ടാ. സമയം 0 ആകുമ്പം സ്ഥാനവും 0. ആ പോയിന്റ് ഇതല്ലേ? ഇതല്ലേ സമയം 1 സെക്കൻഡ് ഇതാ, സമയം 2 സെക്കൻഡ് ഇതാ, സമയം 3 സെക്കൻഡ് ഇതാ. അങ്ങനെ വാല്യൂസ് ഉണ്ട് ഇവിടെ. ഇത് സ്ഥാനം 2 മീറ്റർ, സ്ഥാനം 4 മീറ്റർ, സ്ഥാനം 6 മീറ്റർ, അങ്ങനെയുള്ള വാല്യൂസ് ഇവിടെ ഉണ്ട്. സമയം 0 ആകുമ്പോൾ സ്ഥാനം എത്ര? 0. ആ പോയിന്റ് ഇതാ. അടുത്ത ഓക്കെ, സമയം 1 സെക്കൻഡ് ആകുമ്പോൾ സ്ഥാനം എത്ര? 2 മീറ്റർ. അത് രണ്ടും കൂടെ, സമയം 1 സെക്കൻഡും സ്ഥാനം 2 മീറ്ററും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് വേണം. അത് രണ്ടും കൂടെ ചേരുന്ന പോയിന്റ് ഏതാണോ അതാ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ ഇങ്ങനെ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മേലോട്ടൊരു വര കാണും, ഇങ്ങോട്ടും ഒരു വര കാണും. ആ 2 വരയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് വരയില്ല, നമ്മൾ വരയ്ക്കുകയും വേണ്ട. വരച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കണ്ട, ഇതുപോലെ വരച്ച് തന്നെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നോക്കേ, ഇതിന് നേരെ ഏത് പോയിന്റ് തൊട്ടാലും ആ സമയം എത്ര? 1 സെക്കൻഡാ. ഇതിന് നേരെ ഏത് പോയിന്റ് തൊട്ടാലും ആ സമയം എത്ര? 2 മീറ്റർ. ഇവിടെ അല്ലേ 1 സെക്കൻഡ്. 1 സെക്കൻഡിന് ഈ പോയിന്റിൽ നിന്ന് എത്ര സെന്റിമീറ്റർ മുകളിലായി 2 മീറ്റർ കിടക്കുന്നത്? 1 സെന്റിമീറ്റർ മുകളിൽ. എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് 1 സെന്റിമീറ്റർ മുകളിൽ പോയിന്റ് ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1 സെക്കൻഡും 2 മീറ്ററും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത ഓക്കെ, സമയം 2 സെക്കൻഡ് ആകുമ്പം സ്ഥാനം എത്ര? 4 മീറ്റർ. അപ്പൊ ഇതല്ലേ ഇവിടെ ഇങ്ങനെ കാണും. ഇവിടെ ഈ പോയിന്റ് അല്ലേ, ഈ 2 സെക്കൻഡ് മുകളിൽ എവിടെ തൊട്ടാലും അതെത്ര? 2 സെക്കൻഡാ. ഈ വരയ്ക്ക് നേരെ എവിടെ തൊട്ടാലും അതെത്ര? 4 മീറ്ററാ. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വേണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നോക്കേ, ഇവിടുന്ന് എത്ര സെന്റിമീറ്റർ മുകളിലാണ് 4 മീറ്റർ? 2 സെന്റിമീറ്റർ മുകളിൽ. അപ്പൊ ഇവിടുന്ന് സ്കെയിൽ ഉപയോഗിച്ച് 2 സെന്റിമീറ്റർ മുകളിൽ കറക്റ്റ് നേരെ ഒരു പോയിന്റ് അങ്ങ് മാർക്ക് ചെയ്താൽ പോരെ.
അപ്പൊ എന്തായി? 2 സെക്കൻഡും 4 മീറ്ററും ചേരുന്ന പോയിന്റ് ആയി. അടുത്ത ഓക്കെ, സമയം 3 സെക്കൻഡ് ആകുമ്പോൾ സ്ഥാനം എത്ര? 6 മീറ്റർ. ദാ ഇതല്ലേ സമയം 3 സെക്കൻഡ് പോയിന്റിന്റെ മേളിൽ എല്ലാ സമയം 3 സെക്കൻഡ് അല്ലേ? ഇതാണ് 6 മീറ്ററിന്റെ പോയിന്റ്. അപ്പൊ ഇവിടുന്ന് എത്ര സെന്റിമീറ്റർ മുകളിൽ 6 മീറ്റർ നോക്കേ? 1 2 3. അപ്പൊ ഇവിടുന്ന് 3 സെന്റിമീറ്റർ മുകളിൽ പോയിന്റ് ചെയ്താൽ പോരെ? നമുക്ക് ആവശ്യമായ പോയിന്റുകൾ മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അടുത്ത ഓക്കെ, സമയം 4 സെക്കൻഡ് ആകുമ്പോൾ എത്ര സ്ഥാനം? 8 മീറ്റർ. അപ്പൊ ദാ ഇതല്ലേ 4 സെക്കൻഡ്, ഇവിടെ എവിടെ തൊട്ടാൽ 4 സെക്കൻഡ് അല്ലേ? ഇവിടുന്ന് എത്ര സെന്റിമീറ്റർ മുകളിലെ 8 മീറ്റർ? 1 2 3 4 സെന്റിമീറ്റർ മുകളിൽ. അപ്പൊ ഇവിടുന്ന് 4 സെന്റിമീറ്റർ മുകളിൽ അടുത്ത പോയിന്റ് ഇട്ടു. അടുത്ത സമയം 5 ആകുമ്പോൾ 10. സമയം 5ന് മുകളിൽ 10 മീറ്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ മുകളിലാണ്, അവിടെ ഒരു പോയിന്റ് ചെയ്തു. അടുത്ത സമയം 6 സെക്കൻഡ് ആകുമ്പോൾ സ്ഥാനം എത്ര? 12 മീറ്റർ. അപ്പൊ അവിടുന്ന് 6 സെന്റിമീറ്റർ മുകളിൽ 12 മീറ്റർ അവിടെ നമ്മൾ പോയിന്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ആവശ്യമായ പോയിന്റുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? ദാ ലാസ്റ്റ് പോയിന്റും ഫസ്റ്റ് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് വരച്ച സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇപ്പൊ നമുക്ക് സ്ഥാന സമയ ഗ്രാഫായി തന്നിരിക്കുന്ന ടാബുലാർ കോളത്തെ ബേസ് ചെയ്തിട്ട് സ്ഥാന സമയ ഗ്രാഫായി അല്ലെ, പൊസിഷൻ ടൈം ഗ്രാഫായി. ഇപ്പൊ ഗ്രാഫ് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രാഫ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ആ ഗ്രാഫിന്റെ വലതുവശം മുകളിൽ സ്കെയിൽ എഴുതിയിരിക്കണം. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പിൽ എന്ത് വാല്യൂ വേണമെങ്കിലും രേഖപ്പെടുത്താം, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വാല്യൂ വേണമെങ്കിലും രേഖപ്പെടുത്താം. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന വാല്യൂ എന്താണെന്നുള്ള കാര്യം നമ്മളിവിടെ കാണിക്കണം. എക്സ് ആക്സ് അല്ലെങ്കിൽ എക്സ് അക്ഷം, എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിൽ 1 സെന്റിമീറ്റർ നമ്മൾ എത്ര സെക്കൻഡ് ആയിട്ട് എടുത്തേക്കുന്നത്? നമ്മുടെ സമയമല്ലേ എടുത്തേക്കുന്നത്? ഏതൊരു സെന്റിമീറ്റർ എടുത്താലും എത്ര? 1 സെക്കൻഡ്. അങ്ങനല്ലേ എടുത്തേക്കുന്നത്? ഈ 1 സെന്റിമീറ്റർ 1 സെക്കൻഡ് ആണ്. ഇതാ ഏതൊരു സെന്റിമീറ്റർ എടുത്താലും എന്താ? 1 സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സ് ആക്സ് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിൽ 1 സെന്റിമീറ്റർ 1 സെക്കൻഡ് ആണ്. അതുപോലെ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷത്തിന്റെ കാര്യം ഒന്ന് കാണിക്കണം. വൈ ആക്സിസ് നോക്കേ, ഈ 1 സെന്റിമീറ്റർ എടുക്കുമ്പോൾ 2 മീറ്ററാ. ദാ ഏത് 1 സെന്റിമീറ്റർ എടുത്താലും എത്ര? അത് 2 മീറ്റർ. ആ വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു എത്ര? 2 മീറ്റർ. അത് എഴുതുമ്പോൾ എന്തായി? സ്കെയിലായി. അതും കൂടെ എഴുതുമ്പോഴേ എന്ത് കംപ്ലീറ്റ് ആവത്തുള്ളൂ? ഗ്രാഫ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ ആണേ? അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ടാബുലാർ കോളം അനുസരിച്ച് എക്സ് ആക്സിസിലും വൈ ആക്സിലും വാല്യൂ രേഖപ്പെടുത്തി. വാല്യൂ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യം മാത്രമേ ഉള്ളൂ? വാല്യൂസ് കണ്ടിന്യൂസ് ആയിരിക്കണം. ആ എടുക്കുന്ന വാല്യൂ അനുസരിച്ച് സ്കെയിൽ മാർക്ക് ചെയ്യണം. സമയം അനുസരിച്ച് നമുക്ക് എന്താ? പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഗ്രാഫ് ആക്കാം. ഓക്കെ ആണേ? നമുക്കിന്ന് ഒരു ഗ്രാഫും കൂടെ നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് ഒരെണ്ണവും കൂടെ നമുക്ക് നോക്കാം. ഇതാ ശ്രദ്ധിച്ചോ. ടാബുലാർ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് തരണം? ടാബുലാർ കോളം തരണം. ആ ടാബുലാർ കോളം അനുസരിച്ച് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്? ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ദാ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ടാബുലാർ കോളത്തിനകത്ത് പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം കാണും, അതിൻ്റെ ബ്രാക്കറ്റ് മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ വാല്യൂസും മീറ്റർ ഉപയോഗിച്ച് പറയണം. പിന്നെ എന്ത് കാണും? ടൈം അല്ലെങ്കിൽ സമയം കാണും, അതിൻ്റെ ബ്രാക്കറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസ് സെക്കൻഡ് ഉപയോഗിച്ച് വേണം പറയാൻ. ഇതാ തന്നിരിക്കുന്ന വാല്യൂസ് 0 2 4. അപ്പോൾ ടൈം തന്നിരിക്കുന്നത് 2 4 6 8 10 എന്ന, സ്ഥാനം തന്നിരിക്കുന്നത് 3 6 9 12 എന്ന. നമ്മൾ എന്തായാലും ഗ്രാഫിനകത്ത് വാല്യൂസ് ഒക്കെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ 2 അക്ഷം വേണ്ടേ? ആ അക്ഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുകയാണ്. എക്സ് ആക്സ് മാർക്ക് ചെയ്തു, വൈ ആക്സ് മാർക്ക് ചെയ്തു. എപ്പോഴും എക്സ് ആക്സ് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിൽ നമ്മൾ ആരെയാണ് എടുക്കുന്നത്? ടൈം അല്ലെങ്കിൽ സമയം. അത് നമ്മൾ അവിടെ കാണിച്ചു. അതിൻ്റെ ബ്രാക്കറ്റ് എന്നും കൂടെ കാണിച്ചു, സെക്കൻഡും കൂടെ കാണിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്ന എല്ലാ വാല്യൂസ് സെക്കൻഡിൽ പറയണം. ഇവിടെ നമ്മൾ എന്തും എടുക്കാൻ പോന്നേ? സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ. ഓക്കെ ആണല്ലോ? അതിൻ്റെ ബ്രാക്കറ്റ് മീറ്റർ എന്നും കാണിച്ചു. ഇങ്ങനെ കാണിച്ചാൽ അടുത്ത നമുക്ക് വാല്യൂസ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാണേ. കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ച് പെൻസിലും വെച്ചിട്ട് ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് പോയിന്റ് മാർക്ക് ചെയ്യും. ആവശ്യമായ പോയിന്റിനെ കാട്ടി ഒരെണ്ണം കൂട്ടി മാർക്ക് ചെയ്തേക്കും. അതുപോലെ 2 അക്ഷത്തിനകത്ത് 2 ആക്സിസിലും ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വാല്യൂസ് നോക്കും. ടൈം കണ്ടിന്യൂസ് വാല്യൂ ആണോ? 2 4 6 8 എന്ന് പറഞ്ഞല്ലേ പോയേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈം അതുപോലെ 2 4 6 8 10 വരെ മതി. നമ്മൾ 12 കൂടെ മാർക്ക് ചെയ്തു. ഇവിടെ അതാ സ്ഥാനം പോയേക്കുന്നത് 3 6 9 12 എന്ന് പറഞ്ഞല്ലേ. അതുപോലെ നമ്മൾ ഇവിടെ 3 6 9 12 15 ഒരെണ്ണം കൂട്ടി 15 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 3 ക്യാപിറ്റലല്ലേ പോയേക്കുന്നത്. അപ്പോൾ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 18. ഇപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യമായ വാല്യൂസ് മാർക്ക് ചെയ്തു. ഓരോ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട പോയിന്റ്
പക്ഷെ വാല്യൂസ് ഇഷ്ടപ്പെട്ട കണ്ടിന്യൂസ് വാല്യൂ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച്. ഓക്കെ ആണല്ലോ. ടൈം വെച്ചിട്ട് നോക്കാം. ടൈം 0 ആകുമ്പം പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം 0 ആ പോയിന്റ് ഇതാ ഇവിടെയാ. അടുത്ത ടൈം 2 ആകുമ്പം സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ എത്ര 3 അപ്പൊ ടൈം 2 ആകുമ്പം 3 വരണം. അപ്പൊ 2ഉം 3യും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് എത്ര സെന്റിമീറ്റർ മുകളിലാ 3 1 സെന്റിമീറ്റർ മുകളിൽ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് 1 സെന്റിമീറ്റർ മുകളിൽ ഒരു പോയിന്റ് ഇടുന്നു. അടുത്ത ടൈം 4 ആകുമ്പം സ്ഥാനം എത്ര 6 അപ്പൊ ഈ പോയിന്റിൽ നിന്ന് 2 സെന്റിമീറ്റർ മുകളിലല്ലേ ഇത് 2 സെന്റിമീറ്റർ മുകളിൽ പോയിന്റ് ഇടുന്നു. ദാ അടുത്ത അങ്ങനെ പോയിന്റ് ഓരോന്നായിട്ട് മാർക്ക് ചെയ്താൽ പോരെ. എത്ര സെന്റിമീറ്റർ മുകളിലാന്ന് നോക്കി പോയിന്റ് മാർക്ക് ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ വരയ്ക്കരുത്. ഇതിനകത്ത് ബുക്കിൽ വരയ്ക്കുകയാണെങ്കിൽ വരച്ചയിൽ ഗ്രാഫ് പേപ്പറിനകത്താണെങ്കിൽ വര കാണും. ഇതിനകത്ത് നമ്മൾ പോയിന്റ് നോക്കി നോക്കി തന്നെ മാർക്ക് ചെയ്യാം അല്ലേ. എത്ര 10 ആകുമ്പോൾ ടൈം 10 സെക്കൻഡ്, സമയം 10 സെക്കൻഡ് ആകുമ്പോൾ സ്ഥാനം എത്ര 15. 15 എന്ന് പറയുന്നത് 1 2 3 4 5 സെന്റിമീറ്റർ മുകളിലാക്കി പോയിന്റ് വരച്ചു. അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ എന്താകും ഗ്രാഫ് ആവും. നമ്മൾ ഈ വരച്ച 2 ഗ്രാഫിനകത്തും കണ്ടിന്യൂസ് വാല്യൂ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ഗ്രാഫ് കിട്ടിയത്. ഓക്കെ ആണേ. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂസ് അല്ലാത്ത വാല്യൂസ് കൊണ്ടുള്ള ഗ്രാഫ് നമ്മൾ വരച്ച് പഠിക്കും. ഇവിടുത്തെ സ്കെയിൽ മാർക്ക് ചെയ്യാം. നോക്കേ, ഏത് 1 സെന്റിമീറ്റർ എടുത്താലും എക്സ് അക്ഷത്തിലെ കാര്യമാണേ പറയുന്നത്, എക്സ് ആക്സിലെ കാര്യമാണേ പറയുന്നത്, ഏത് 1 സെന്റിമീറ്റർ എടുത്താലും അതെത്ര 2 സെക്കൻഡാണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ഈക്വൽ 2 സെക്കൻഡ്. 1 സെന്റിമീറ്റർ എന്നോ 1 യൂണിറ്റ് എന്നോ പറയാം. ഇവിടെ എടുത്തേക്ക് നമ്മുടെ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. അടുത്ത വൈ അക്ഷത്തിലെ കാര്യം പറയാം. വൈ അക്ഷത്തില് 1 സെന്റിമീറ്റർ ഈക്വൽ എത്ര നോക്കേ. ഏത് 1 സെന്റിമീറ്റർ എടുത്താലും എത്ര കിട്ടുന്ന 9 മുതൽ 12 വരെ 1 സെന്റിമീറ്റർ അല്ലേ. അതെത്ര 3 മീറ്റർ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുമ്പോഴേ എന്ത് കംപ്ലീറ്റ് ആകുന്നത് ഗ്രാഫ് കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ടൈപ്പ് ഗ്രാഫ് ആയത് സ്ഥാന സമയ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫാണ് വരച്ചു പഠിച്ചത്. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആ ഓർഡർ എന്ന് പറഞ്ഞേ 2 ആക്സിസ് വേണം. ഓരോ സെന്റിമീറ്റർ എടുത്ത് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ കണ്ടിന്യൂസ് വാല്യൂസ് രേഖപ്പെടുത്തി ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.